ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ഡ്രൈവർമാരോട് ഇങ്ങനെ കൈ കൂപ്പിട്ട് നന്ദിയുണ്ടേ എന്ന് പറയുന്നത് തോന്നി. നമ്മുടെ സാധാരണ നമ്മുടെ സ്വന്തം കാർക്ക് നമ്മുടെ ഒരു പേഴ്സൺ ആസ്തിന് വേണ്ടി പോകുന്ന പോലെ അല്ലാടെ മോനെ. നമ്മള് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ജോലിയായിട്ട് നോക്കിയാൽ എന്റെ പൊന്നളിയായിട്ട് ശ്രീനി അത് ടാസ്ക് ആണ് പരിപാടി. ഇത് നമ്മുടെ കൈ മാത്രം പോരാ, 2 കൈ വേണം, 2 കാല് വേണം, 2 കണ്ണ് വേണം, വാ വേണം, ചെവി വേണം, ഫോക്കസ്, കോൺസെൻട്രേഷൻ. എന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ദ്രിയങ്ങളും ഈ പരിപാടിക്ക് വേണം. ഒരെണ്ണം വർക്ക് ആയില്ലെങ്കിൽ തീർന്നു, കഥം പോവാ. ഞാൻ ഈ റീസെന്റ് എന്റെ നാട്ടിലേക്ക് പോയ സമയത്ത് ബസ് എനിക്ക് ബുക്ക് ചെയ്ത് പോകാൻ പറ്റില്ല, കുറച്ച് എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു. ഞാൻ അവസാനം ബസ് ബുക്ക് ചെയ്തിട്ട് കിട്ടിയ ഒരു ബസ്സിന് നിന്ന് പോകണമെന്ന് 2.5 മണിക്കൂർ രാത്രി തൂങ്ങി നിന്നു. ഞാൻ നിന്നത് ഈ ഡ്രൈവർ ഇരിക്കുന്നത് തൊട്ട് പുറകിലായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും അപ്പോഴാ കാണുന്നത് ഈ വണ്ടി ഇത്ര വലിയ ബസ്സൊക്കെ വളയ്ക്കുമ്പോണ്ടല്ലോ മുന്നേ വരുന്നവന്മാർ ഇതിന്റെ കർത്താവ് ഇടിക്കല്ലേ ചേട്ടാ അങ്ങനെ ഇരിക്കും. എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ അകത്തൊക്കെ നമുക്ക് തോന്നുന്നത് ഇടിച്ചു തോന്നും. പക്ഷേ ഇങ്ങനെ 100 പോലത്തെ ഗ്യാപ്പിലാണ് ഇവർ വണ്ടിയൊക്കെ കറക്കി എടുക്കുന്നതും ഓടിക്കുന്നത്. എന്റെ പൊന്നെ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നു കേട്ടോ. എല്ലാ ജോലിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ വരുമ്പോൾ ഡ്രൈവർ അല്ലേ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഏതെങ്കിലും പോയിന്റ് ഈ കറക്റ്റ് സമയം വെച്ച് കൊടുക്കുന്ന പ്രൈവറ്റ് ബസ്സുകളൊക്കെ നമുക്ക് കറക്റ്റ് 7:45 ഇന്ന സ്ഥലത്ത് 7:50 ഇന്ന സ്ഥലത്ത് ഇത് 42 എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ എത്തണമെങ്കിൽ ഇവരെങ്ങനെ ഇത് കറക്റ്റ് സംഭവം കൊണ്ടുവരുന്നത് എളുപ്പമല്ല. ഞാൻ നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് ബസ് ഡ്രൈവേഴ്സ്, ഓൾ ദി ഡ്രൈവേഴ്സ് ഔട്ട്. ബാംഗ്ലൂർ